കോഴിക്കോട് വരക്കൽ ബീച്ചിലെ കുട്ടികളുടെ പാർക്കിലെ വൈദ്യുതി ബന്ധം KSEB വിച്ഛേദിച്ച മാസങ്ങൾ പിന്നിടുമ്പോഴും ബദൽ സംവിധാനം ഒരുക്കാതെ കോർപ്പറേഷൻ. ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച പാർക്കിന്റെ അവസ്ഥയും പരിതാപകരമാണ്. ഏത് നിമിഷവും തകർന്നു വീഴാറായ വിശ്രമ കേന്ദ്രവും അപകട ഭീഷണി ഉയർത്തുന്നുണ്ട്. കോർപ്പറേഷന്റെ പിടിപ്പുകേടിന്റെ മറ്റൊരു ഉദാഹരണം കൂടിയായി മാറുകയാണ് ഇത്. ലക്ഷങ്ങൾ ചെലവഴിച്ച് നിർമ്മിച്ച പാർക്ക്, ആ പാർക്കിന്റെ മഴക്കാലത്തെ അവസ്ഥ അതിങ്ങനെയാണ്. പാർക്കിൽ വെളിച്ചമില്ലെന്നു മാത്രമല്ല, ചില പോസ്റ്റിൽ ബൾബില്ല. ലൈറ്റുകൾ പലതും പൊട്ടി വീണിട്ടുമുണ്ട്. സന്ധ്യയായാൽ പിന്നെ കുട്ടികളെ ഇവിടേക്ക് കൊണ്ടുവരുന്നതും ഒട്ടും സുരക്ഷിതമല്ല. രാത്രി മാത്രമല്ല, പകലും സൂക്ഷിക്കണം. ഏത് നിമിഷവും പൊട്ടിവീഴാറായ അപകട ഭീഷണി ഉയർത്തുന്ന വിശ്രമ കേന്ദ്രം. പാർക്കിലുണ്ടായിരുന്ന ഊഞ്ഞാലടക്കം എല്ലാം തകരാറിലാണ്. പാർക്കിലെത്തിയ കൊച്ചുകൂട്ടുകാർക്കും ചിലത് പറയാനുണ്ട്. കളിക്കാൻ ചില സാധനങ്ങളൊന്നുമില്ല, ഭയങ്കര ഒരു വിഷമം തോന്നുന്നു, സന്തോഷമില്ല. ഊഞ്ഞാലില്ല, പിന്നെ സൈഡ്സ് അങ്ങനത്തെ സാധനങ്ങളൊന്നുമില്ല. പല സാധനം പൊളിഞ്ഞ് പൊട്ടി കിടക്കുന്നുണ്ട്. കളിക്കാനുള്ള സ്ഥലമൊന്നുമില്ല. കടലിനോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ശാന്തസുന്ദരമായ ഇടത്തെ ഈ പാർക്ക് നഗരത്തിലെ തിരക്കിൽ നിന്ന് അല്പം ആശ്വാസം നൽകുന്നവയാണ്. പക്ഷേ പാർക്കിന്റെ അവസ്ഥയിൽ സകല പ്രതീക്ഷയും മങ്ങുകയാണ്. പാർക്ക് കുട്ടികളെ കളിക്കുന്ന പാർക്ക് വലിയവരായതായാലും കുട്ടികളുടെ ആയാലും കുട്ടികൾക്ക് പ്രത്യേകതയാണ്, സുരക്ഷിതമാണ്. പിന്നെ കുട്ടികളെ കളിക്കുമ്പോൾ അവർ വീണ് പോകരുത്. എന്താ വെച്ചാൽ അത് പൊട്ടി വീണിട്ടൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് പരിക്കേൽക്കില്ല. ഇലക്ട്രിക് പോസ്റ്റ് മാറ്റുന്നതിന്റെ ഭാഗമായി വൈദ്യുതി കണക്ഷൻ വിച്ഛേദിച്ചതെങ്കിലും പകരം സംവിധാനങ്ങളൊന്നും ഇതുവരെ ഒരുക്കിയിട്ടില്ല. പാർക്കിൽ നവീകരണ പ്രവൃത്തി ഉടനെ നടത്തണം. കോർപ്പറേഷന്റെ അനഭാവം കുട്ടികളുടെ പാർക്കിനോട് വേണോ? ജനം, കോഴിക്കോട്.